അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഞായറാഴ്ചയായിട്ട് വീട്ടിൽ വരെ വന്നതായിരുന്നു. അന്നേരം പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയേക്കാം. അച്ചാച്ചൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന ഏലമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. നല്ലപോലെ നോക്കുമായിരുന്നു. അമ്മച്ചി ഏതായാലും അത് കഴിഞ്ഞപ്പോൾ നോക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചി പിന്നെ വയ്യയുടെ കുമ്മായൊക്കെ വാരി ഇട്ടിട്ടുണ്ട്, കാ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ തോട്ടപ്പുഴുവിന്റെ ശല്യം ഉണ്ടേ. അതെ, അച്ചമ്മച്ചി വന്നപ്പോഴേ ചാടി ഇറങ്ങി. ഇവിടെ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ പുഴുവിന്റെ ശല്യമല്ല, പക്ഷെ ഈ ഭാഗത്തോട്ട് നല്ലപോലെ പുഴുവിന്റെ ശല്യമുണ്ട്. ഈ അത് വനത്തിന്റെ സൈഡിലായതുകൊണ്ടേ പുഴുവുണ്ട് ഇഷ്ടം പോലെ. കാ പിടിച്ചിട്ടുണ്ടല്ലേ? അതുകൊണ്ട് ഞാൻ വന്നപ്പോ ഉപ്പ് എടുത്തോണ്ടാ പോന്നെ. ഇത് മാത്രമേ അതിന് ഒരു മരുന്നുള്ളൂ, അല്ലാതെ അത് പോകത്തില്ല. കേറി വരുന്നതേ ഉള്ളായിരുന്നു. നമ്മുടെ അവിടുത്തെ കാര്യം ഇച്ചൂടെ നല്ലപോലെ കാ പിടിച്ചു. ഇവിടോട്ട് കുറച്ചുകൂടെ മഴയുണ്ട്, നല്ലതായിട്ട് മഴ നേരത്തെ തുടങ്ങി. അതുകൊണ്ട് പൂവുണ്ട്, കായുണ്ട്. കാ പിടിക്കുന്നുണ്ടല്ലേ? വലിപ്പം ഉണ്ടല്ലേ കായ്ക്ക്? കായ്ക്ക് വലിപ്പമുണ്ട്, അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പക്ഷെ ചിമ്പ് കുറവാ അല്ലേ? ചിമ്പ് കുറവാ. അതേ എരമ്പ് വെട്ടണം. എരമ്പ് വെട്ടാന്ന് പറഞ്ഞാൽ പണിക്കാരെ കിട്ടാനില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. എരമ്പ് വെട്ടാൻ ബോൾഡ് കായ കേട്ടോ, വലിപ്പമുള്ള കായ. ഇത് കഴിഞ്ഞ ദിവസം കായ എടുത്ത, കഴിഞ്ഞ ആഴ്ച കായ എടുത്തതായിരുന്നു. ഇനിയിപ്പോ ഇത് അടുത്ത സീസണിലേക്കുള്ള കായ നിൽക്കുന്നു. പക്ഷെ നല്ലപോലെ എരമ്പ് ഇറക്കണം, എന്നാലേ ചിമ്പ്. ഞാൻ ചോദിച്ചു, എടാ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന്. ഞാൻ പറയാ കുമ്മായത്തിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ലെന്ന്. ഇത് കഴിഞ്ഞ ദിവസം കക്ക വാങ്ങിച്ച് നീട്ടി ഇട്ടതാ, കുമ്മായം വാരി ഇട്ടതാ. പിള്ളേരെല്ലാം ഉണ്ട്, മേളിലുണ്ട്. അഴുകലുണ്ടാകാതിരിക്കാനായിട്ട് കുമ്മായം ഇടുന്നു. ഇപ്പം ഈ കുമ്മായം ഇട്ട് കഴിഞ്ഞേച്ച് ഒരു 15 ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വളം ചെയ്യാവുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് ന്യൂട്രായി, pH എല്ലാം കറക്റ്റ് ആക്കി കഴിഞ്ഞേച്ച് ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കിനുമേ പിന്നെ നമ്മൾ വളം ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇടയിൽ ഇട്ട് മൂടിയല്ലേ? ചപ്പെല്ലാം കുഴിക്കകത്തോട്ട് വാരിയിട്ടു. ഈ കുമ്മായി ഇനിയിപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ട് വളം ഇട്ട് കൊടുക്കണം. എരമ്പിറക്കണം. എരമ്പ് പിന്നെ ഉപ്പുതറയിലും കണ്ടുള്ള ഒരാളിനോട് വരാൻ പറഞ്ഞാൽ. കാ പഴുത്തില്ല, കഴിഞ്ഞ ആഴ്ച എടുത്തതല്ലേ. എടുക്കാറാകുമ്പോ വിളിച്ചാ മതി. അതെ, കാ കണ്ടിട്ട് ഇതങ്ങ് പറിക്കാൻ കൈ കുരുകുരുക്കുന്നു. മഞ്ഞപ്പഴം നിൽക്കുന്നുണ്ട്, മഞ്ഞപ്പിഞ്ച് ഇപ്പോഴും കൊലയായിട്ട് കിടക്കുന്നുണ്ടോ? കിളികളുണ്ട്. അതെ, മധുരമില്ല മഴയായോണ്ട്. അതിനെ തുറന്നു വിടാൻ അത് കിടന്ന് കാറുന്നേ. നല്ല അടിപൊളി ഒരു കോഴിപ്പൂവൻ. സുന്ദരനാ, സുന്ദരൻ. മൺപാത്രക്കട വന്ന് കയറിയപ്പോഴത്തേക്കും രണ്ടുപേർക്കും കൂടെ അങ്ങ് സന്തോഷം കൊണ്ട് ഇഷ്ടം പോലെ അടുപ്പ് വേണം. ഇപ്പൊ എടുത്തോണം കേട്ടോ, എവിടെ ഇരിപ്പുണ്ട് അടുപ്പ്, ഏതായാലും വേണം എടുക്കും. ഇത് നമ്മളെ ഇവിടുന്ന് നമ്മള് കട്ടപ്പനയിലോട്ട് പോകുന്ന വഴിക്ക് സ്കൂൾ കവലയിലുള്ള മൺപാത്രക്കട വഴി സൈഡിലെ എന്ന് വരുമ്പം ഇതിൽ ഇങ്ങോട്ട് നോക്കും, പക്ഷെ ഇതുവരെ കയറാൻ പറ്റിയില്ല. ഇന്ന് സമയമുണ്ടല്ലോ, ഇന്ന് മഴയില്ല. പെട്ടെന്ന് സാധനം എടുത്തോണ്ട് പോവാണെങ്കിൽ കേട്ടോ, നല്ല കൂടല്ലേ. പെട്ടെന്ന് സാധനം എല്ലാം തപ്പി എടുത്തോണ്ട് പോവാണെങ്കിൽ നമുക്ക് മഴയില്ലാത്തതുകൊണ്ട് കാൽവരി മൗണ്ട് കൂടെ പോയിട്ട് പോകാം. ബുദ്ധന്റെ പ്രതിമ, അവിടെ ഒരു വള്ളം പോലത്തെ ഒരു സാധനം, ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് സാധനമൊക്കെ? ഇഷ്ടപ്പെട്ടോ? ചട്ടി നോക്കുമായിരുന്നു. ഇതുണ്ടോ, നല്ല അടിപൊളി ചട്ടിയൊക്കെ ഇരിക്കുന്നത്. നല്ല അടിപൊളി സൂപ്പർ ചട്ടികള്. കപ്പൊക്കെ ചായ കുടിക്കാൻ നോക്കുന്നത്. നല്ലൊരു അടുപ്പ് വാങ്ങിച്ചു കേട്ടോ. ഇപ്പൊ എന്തായാലും കുറച്ച് വിറകൊക്കെ കത്തിച്ച് തീർക്കേണ്ടി വരും. അതുകൊണ്ട് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അടുപ്പ് വേണമെന്നുള്ളത്. അത് കുഴപ്പമില്ലായിരുന്നു, നല്ല കട്ടിയുള്ള അടുപ്പാ, അതൊന്നും പോകത്തില്ല. 2 ദിവസം കൊണ്ട് ഒന്ന് തെളിവൊക്കെ കാണിക്കുന്നുണ്ട്. വെള്ളയാങ്കുടിയായി കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ നമുക്ക്
കാൽവരി മൗണ്ട് വരെ പോയിട്ട് പോവാം. കാൽവരി മൗണ്ട് ഈ കാലാവസ്ഥയാണെങ്കിൽ വലിയ കുഴപ്പം കാണില്ല. മഴയാണെങ്കിൽ നല്ല കാറ്റും നല്ല മഞ്ഞും ഒക്കെ ആയിരിക്കും. അതെ, നല്ല രസമാണ് അവിടെ കാണാനേ. ഇതിപ്പോ നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതാണ് വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് സ്കൂള് HSS. അങ്ങനെ നമ്മൾ കാൽവരി മൗണ്ടിലോട്ട് വന്നു കേട്ടോ. കണ്ടോ, ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ഒത്തിരി കിടപ്പുണ്ട്. ഇവിടുന്ന് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. അത് ഇടുക്കി കട്ടപ്പന റൂട്ടിൽ ഇടുക്കി എത്തുന്നതിനൊക്കെ മുന്നേ ആയിട്ട് കാൽവരി മൗണ്ട് എന്നും പറഞ്ഞ് നമുക്ക് നല്ലൊരു കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് അവിടെ എന്തോ കടയൊക്കെ ആയിട്ട് വെച്ചായിരുന്നു തോന്നുന്നു. കഫേ ആയിരുന്നു. വലിയ തിരക്ക് കാണുമല്ലായിരിക്കും. നമുക്കൊന്ന് കയറി പോയി നോക്കാം. വലിയ തിരക്ക് കാണുമല്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്നാളൊക്കെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇപ്പൊ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വലിയ തിരക്കില്ലെങ്കിൽ കണ്ടിട്ട് പോരാം. മേലോട്ട് നല്ല ഒരു കുത്തുകയറ്റം ഉണ്ടല്ലോ. മഴയാണെങ്കിൽ കാറ്റും കൂടെ വരും. ആ താഴെ കണ്ടോ, നല്ല രസമാണ്. ഇടുക്കിയുടെ മലനിരകളാണ് കേട്ടോ. അടുക്കായിട്ട് മലനിരകൾ കണ്ടോ. ഇതെല്ലാം ബസ്സിന് കയറി വന്നവര് നടന്നു വരുന്ന കേട്ടോ. ബസ്സൊക്കെ താഴെ ഇട്ടിട്ട് ബസ് മേളിലോട്ട് കയറി വരുമല്ലോ. നല്ല രസമുണ്ടല്ലോ അവിടെ കാണാൻ. അത് തേയിലത്തോട്ടോ കേട്ടോ. തേയില അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് തേയിലത്തോട്ടോ. അത് എവിടെ വേണം അല്ലേ? കാൽവരി മൗണ്ടിന്റെ അപ്പുറ സൈഡ് അല്ലേ? അത് കണ്ടോ, അതൊരു റിസോർട്ട് പോലൊക്കെ പണിത് വെച്ചേക്കുന്ന അല്ലേ. ഷിപ്പ്. പ്രവേശനം 50 രൂപ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഷിപ്പ്. മേളിൽ നിന്ന് കയറി വന്ന് തേയിലുണ്ട്. സൈഡിലെല്ലാം തേയില. ഇപ്പൊ അതെല്ലാം തേയിലത്തോട്ടങ്ങളാണ്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് കാൽവരി മൗണ്ട് എക്കോ ടൂറിസം. നമ്മളിവിടെ വരുമ്പോഴേ അതെ ഞാൻ പറയാൻ വന്നേ, നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോ ചെള്ള ഈ വഴി ഫുള്ള്. അല്ല, ഒരു മനുഷ്യനില്ല ഇവിടെ നോക്കാനും പറയാനും ഒന്നും. ഒരു മനുഷ്യനില്ല, ആരുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടേ ഒത്തിരി ആളായി. ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരാൻ തുടങ്ങി ഇങ്ങോട്ട് കയറി. ആയപ്പോഴത്തേക്കിനും ഇവിടെ നേരെ പാർക്കിംഗ് ആയി. പക്ഷെ നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാൻ. അതെ അതെ. അങ്ങനെ കാൽവരി മൗണ്ട് എക്കോ ടൂറിസത്തിനകത്തായി. ഇവിടെ 5 പേരും വണ്ടിയും കൂടെ വന്നു. ഇപ്പോൾ 225 രൂപ പാസ്സായി. നമ്മളിവിടെ ഫ്രീ ആയിട്ട് വന്ന് കയറിയിട്ടുണ്ട് പല പ്രാവശ്യം. ഇപ്പോൾ വന്നപ്പോൾ 225 രൂപ പാസ്. അതിനനുസരിച്ച് ഉള്ള ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടി. ബിൽഡിംഗ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ടോയ്ലറ്റ് ഒക്കെ ആയി. പിന്നെ അവിടെ എല്ലാം മഞ്ഞ കാണുന്നു. ആ ഭാഗം മഞ്ഞ് കയറുന്നതിന് മുമ്പ് പോയാലും അവിടെ താഴെ കാണാൻ പറ്റുള്ളൂ. ഇഷ്ടം പോലെ റോസപ്പൂ നിൽക്കുന്നത്. ഐറ്റം ചെടികളൊക്കെ വന്നല്ലേ, നല്ല കൊലയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാ അപ്പുറത്തെല്ലാം കണ്ടോ റിസോർട്ടുകളായി ഒത്തിരി. എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് അങ്ങോട്ട്. ഇപ്പൊ ഇവിടെയൊക്കെ നല്ല സെറ്റാക്കി, നല്ലപോലെ ചെടിയൊക്കെ വെച്ച് എന്തോ ആകാശത്തിന് മുകളിലേക്ക് കയറി പോകുന്ന പോലെ. ഇടി മുഴങ്ങുന്നുണ്ട് കേട്ടോ. ഇടി മുഴങ്ങുന്നുണ്ട്. 225 വേസ്റ്റ് ആവുമോ മഴ പെയ്താ? പെട്ടെന്ന് മഴ പെയ്താലോ? മഴ പെയ്താ ആന നിൽക്കുന്നു. കാട്ടാന കണ്ടോ? അല്ലേ, ആനയാന്ന് തോന്നുന്നു അല്ലേ? പെട്ടെന്ന് കാണുമ്പോ ഒറിജിനൽ നിൽക്കുന്ന പോലെ ഉണ്ട്. നല്ല പച്ചല തിന്നുന്ന ഒരു പുഴുവിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? പച്ചപ്പുഴു ഉണ്ടോ? നല്ല രസമല്ലേ? ഇനി ആ താഴോട്ട് നോക്കിക്കേ. എങ്ങനുണ്ട്? അടിപൊളി വ്യൂ അല്ലേ? എനിക്ക് നമ്മളെ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടെ പോകുമെങ്കിലുവേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാ കാൽവരി മൗണ്ട്. ഈ ഒരൊറ്റ സീനറിയെ കാണാനുള്ളെങ്കിലും കാണാനുള്ള ഉണ്ട്. നല്ല രസമല്ലേ? ഇറങ്ങിപ്പോയില്ലായിരുന്നു. അതെ, ഇറങ്ങിപ്പോവാൻ താഴോട്ട് അതെ. അഞ്ചുരുളി നമ്മൾ ചെന്ന് നിൽക്കുമ്പോ കാണുന്നതും എല്ലാം ഇതിന്റെ ഒരു സൈഡാ. ഈ കാട്ടിനകത്തൊക്കെ വനവിഭവങ്ങൾ ശേഖരിക്കാനും ഒക്കെ ആയിട്ടും പിന്നെ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് പോകാനായിട്ട് ഇവിടെ കുറെ ആദിവാസികളുണ്ട്. അവർക്ക് ഇതിന് അനുമതിയുണ്ട്. പണ്ട് ഞങ്ങൾ വന്നപ്പോൾ കണ്ട ഇതുപോലെ ഒരു തുരുത്തെന്ന് തുരുത്തേലോട്ട് ഒത്തിരി ദൂരമായതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും ആരാണെന്നും നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. അപ്പം നമ്മളിങ്ങനെ നോക്കിയപ്പം എന്തോ ഒരു സാധനം പോകുന്ന പോലെ തോന്നി. അങ്ങനെ അവസാനം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അതിൻ്റെ അതോറിറ്റിയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ആൾക്കാർ ചെറിയ വെള്ളമുണ്ട്, കൊതുമ്പ് വെള്ളം പോലെ, അതായത് പോയിട്ട് ഈ വനത്തിനകത്ത് മീൻ പിടിക്കാനും അതിനും ഒക്കെ ആയിട്ട് പോകുന്നതാണ്.
കുറച്ചപ്പുറത്തോട്ട് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അത് ആ ഭാഗം കണ്ടോ, അവിടെ എല്ലാം മഞ്ഞ് കയറി. ഈ സീസൺ സമയത്ത് ഭയങ്കര തിരക്കാ. ആ ഭാഗം കണ്ടോ, ആ ഭാഗം മൊത്തം മഞ്ഞ് കയറി. ആകാൻ തുടങ്ങി. സ്കൂള് തുറന്നു, എന്നാലും ആൾക്കാരുണ്ട്. ആളുണ്ട്. ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ ഇഷ്ടം പോലെ വരുമെന്ന്. നല്ല രസമല്ലേ വന്ന് ഇങ്ങനെ ഇരിക്കാൻ. കാട്ടി വന്നപ്പോഴത്തേക്കിനും വേണ്ടേ ഒരു കാട്ടാനെ കിട്ടിയെന്ന് പറഞ്ഞ് രണ്ടുപേരോട് നിൽപ്പുണ്ട്. ആന ഇത്ര ഇങ്ങനെ പോയി നിന്ന് തൊടാൻ പറ്റുമോ? ആനെ ഞാൻ പറഞ്ഞില്ലേ അതിലേ കയറി വന്ന് പാന നിൽക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ എവിടെ ആന, കുഴിയാനയാന്ന് പറഞ്ഞേ. അതിന് കൊമ്പ് ഉരിക്കൊണ്ട് പോരല്ലേ. അതെ. അങ്ങനെയൊന്നും പോരുന്ന കൊമ്പല്ല. പെട്ടെന്ന് വന്ന് രാത്രിയിലൊക്കെ പേടിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ആനയാന്ന് നോക്കൂല്ലേ. കൺപീലി വരെ ഉണ്ട് കണ്ടോ. നേരാ, നല്ല രസമുണ്ടല്ലേ മഞ്ഞടിച്ച് കയറുന്നു. പിന്നെ മഞ്ഞായി, മൊത്തം മഞ്ഞായി. മഞ്ഞായി. അതെ, അവിടെ ഇപ്പൊ കണ്ട മുമ്പ് നിന്ന ഭാവം കാണ്ട ഭാവമൊക്കെ ഉണ്ടോ, മൊത്തം മഞ്ഞായി. ഇവിടെ പെട്ടെന്ന് മഞ്ഞ് കയറും. മൊത്തം മഞ്ഞായി, മഞ്ഞ് വരാൻ തുടങ്ങി കേട്ടോ. അതിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് അങ്ങോട്ട് കേട്ടോ. പെട്ടെന്ന് മഞ്ഞ് കയറും. ഒരു കാറ്റ് വരുമ്പോ പെട്ടെന്ന് തന്നെ തെളിഞ്ഞും വരുവേ. കാറ്റടിക്കുമ്പോഴേക്കും മഞ്ഞ് മാറി. പെട്ടെന്ന് തെളിയും. താഴോട്ട് നോക്കി എന്നാ ഭംഗിയല്ലേ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ. ഇവിടെ ഇവര് താമസിക്കാൻ സമ്മതിക്കല്ല, എന്നാന്നോ, ഫോറസ്റ്റിന്റെ ഏരിയ. അതെ, ഇതിനകത്തൂടെ നമുക്ക് ഇറങ്ങി കുറേ സ്ഥലം ഇങ്ങനെ താഴോട്ട് കുറേ കൂടെ ഇറങ്ങിയൊക്കെ ചെല്ലാം. നമ്മൾ അപ്പുറത്തൂടെ മഴ ആയോണ്ടേ അല്ലേ, മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഒരു പ്രാവശ്യം വന്നപ്പോ ഇങ്ങനെ കുറേ താഴോട്ട് ഇറങ്ങിപ്പോയായിരുന്നു. ഈ ഇരട്ടയാർന്ന് വരുന്ന തുരങ്കമില്ലേ, ആ തുരങ്കം ഈ താഴെ വശം വഴിയാണ് വന്ന് അഞ്ചുരുളിയിലോട്ട് വന്ന് വെള്ളം വന്ന് വീഴുന്നത്. ഇപ്പൊ അവിടെ ഒന്നും കാണാനില്ല, മൊത്തം മഞ്ഞായി. വന്നപ്പോ നല്ലപോലെ കാണാം. പോലും കാണത്തില്ല. ഇനി പെട്ടെന്ന് ഈ കാറ്റിന് ഇതങ്ങ് മാറും. അതെ, ഇതിലിറങ്ങി അതിലേ അങ്ങോട്ട് പോവാം. തിരിച്ചതിലെ കയറി പോകാനും. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അടുത്ത് കണ്ടാലുവേ താഴോട്ട് ചെല്ലണ എന്തേരെ പോയാലോ അല്ലെ. പിന്നെ ഒരു കിലോമീറ്ററുകൾ ചെല്ലണം. വനപ്രദേശങ്ങളാണ്. അവിടെ വരെ അത് വലിയ വനമാണ്. പോവായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് വെള്ളം കയറി കിടക്കുന്നത്. മൃഗങ്ങളെല്ലാം ഉള്ളതാ. അവിടെയൊക്കെ ആൾക്കാർ പോയി ഇരിക്കുന്ന. പണ്ട് വന്നപ്പോ നമ്മൾ അവിടെ പോയിട്ടുണ്ട്. അവിടെ വരെ ഇറങ്ങിപ്പോയി. അതിലേ ഇറങ്ങിപ്പോ അത് കണ്ടോ. പക്ഷേ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എനിക്ക് ഇതിങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പം ഈ ഒറ്റ ഒരു സീനറി കാണാനുള്ളു ചുറ്റിനും. പക്ഷെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ വീടിന്റെ ഭിത്തിയെ കൂടെ സീനറി വാങ്ങി ചൊട്ടിച്ച് വെക്കുമല്ലേ, അതുപോലത്തെ നല്ല രസമാണ്. ആൾക്കാരെല്ലാം വന്നവരെല്ലാം മഞ്ഞൊക്കെ ആയപ്പോഴത്തേക്കും മഞ്ഞും കാറ്റുമായി. നമ്മൾ കറക്റ്റ് ടൈമിലായിരുന്നു അല്ലേ കയറി വന്നപ്പം. ചാറ്റമഴയും. എന്നാ അവിടെ പോയിട്ട് ബൈക്ക് കയറി ചായ കുടിച്ചിട്ട് പോയാലോ. ശരി, ഇതിപ്പം മേളിലും ആകാശം താഴെയും ആകാശം പോലെയാണല്ലോ. മഞ്ഞ് കയറിയോ. ഞാനുണ്ട് മഞ്ഞത്ത് വന്നിരുന്നിട്ട് അങ്ങനെയുണ്ട്. ചൂട് കാപ്പിയും കൂടെ കിട്ടുമായിരുന്ന കൊള്ളായിരുന്നു. ചൂട് കാപ്പി വേണമെങ്കിൽ നമ്മൾ താഴോട്ട് അവിടെ ചെല്ലുവാണെങ്കിൽ അവിടുന്ന് കിട്ടും. അവിടെ എക്കോ ഷോപ്പ് ഉണ്ട്. അതെ, എവിടെയല്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇരിക്കാൻ ബെഞ്ചുകളുണ്ട്. പിന്നെ മഴ വന്നാലും കയറി ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ. കെട്ടുപോലുണ്ട്. പെട്ടെന്ന് ഈ മഞ്ഞിനകത്തൊക്കെ വരുമ്പോഴേ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആന വന്ന് നിൽക്കുന്നല്ലേ. ആന നീ ആന കണ്ടു ചിരിക്കുന്നേ. അത് പിന്നെ ആന പോലല്ലേ ഇരിക്കുന്നേ. ഇതാണ് കാട്ടാന. കണ്ടോ, ആകാശം മൊത്തം മഴമേഘങ്ങളായി. ഇടയ്ക്ക് സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. മൊത്തം ആൾക്കാരും കൂടി. മഞ്ഞൊരു ശകലം കുറച്ചങ്ങ് മാറിയല്ലേ. കാടും മേടും ഒക്കെ താണ്ടി കുറച്ച് പേര് വരുന്നുണ്ടോ. ആ കാട്ടിൽ കൂടെ എല്ലാം പോയെന്ന് തോന്നുന്നു. ഈ വഴിയുണ്ടല്ലോ, ഇതിങ്ങനെ കയറി പോകുന്നത് കാൽവരി മൗണ്ട് കുരിശുമലയിലോട്ടാണ് പോകുന്നത്. കണ്ടോ, ഇതുണ്ടോ ഈ ഭാഗം അവിടുന്നേ മൊത്തം കുരിശ് മലയിലോട്ട് കയറി പോകുന്ന വഴി. ഇത് നടന്നു പോവാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ചെല്ലാം. പോണോ? ഭയങ്കര മഞ്ഞ കാണത്തില്ല. ഇവിടെ വരെ പോണോന്ന് ഇവിടെ നോക്കിയിട്ട് അവിടെ ചെന്നാലും ഒന്നും കാണത്തില്ല, ഈ മഞ്ഞ് മാത്രമേ ഉള്ളൂ. റോഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാറ്റില്ല, കാറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിയാനെ. റോഡേ അവിടെ വരെ റോഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ അങ്ങ് കിടക്കുവാ. നമുക്ക് ഇതുവഴി അങ്ങ് കുറച്ച് നടന്നു നോക്കിയിട്ട് വരാം. അവിടെ നല്ല ഒരു തേയിലത്തോട്ടം ഉണ്ട്. മഴ തോന്നുന്നുണ്ട്. കുഞ്ഞി ഇത് അത്തിമരം. ഇത് തിന്നുന്നതല്ലേ, ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളതല്ലേ. അത്തിയാന്ന് തോന്നുന്നു. ഇത് എനിക്കറിയത്തില്ല. കായുണ്ട് ഇതിന്റെ പേര് അത്തിമരം എന്നാ.
നല്ല തണലായത്, നല്ലതായിട്ട് പടർന്ന് പന്തലിച്ചേ. ഉണ്ട്. അതെ അതെ. അപ്പൊ കാൽവരി കൊണ്ടൊക്കെ കണ്ടിട്ട് നല്ല മഞ്ഞും കാറ്റും ഒക്കെ ആയില്ലേ? അതെ തണുപ്പായി, നല്ല തണുപ്പായി. നമ്മൾ ചായ കുടിക്കാന്ന് പറഞ്ഞു വന്നപ്പോൾ കണ്ടോ അവിടെ നല്ല ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് തിരക്കില്ലെങ്കിൽ ചായ കുടിച്ചിട്ട് പോയില്ലെങ്കിൽ ചായ കുടിക്കാതെ താഴെ എവിടെയെങ്കിലും പോയി കുടിക്കും. അതെ, ഇറങ്ങിപ്പോയാലോ? അതൊക്കെ പോവാം. അവിടെ ആ മഞ്ഞ് കഴിഞ്ഞു കേട്ടോ, അവിടെ പിന്നെയും തെളിഞ്ഞു. അങ്ങനെ കാറ്റടിച്ച് തെളിഞ്ഞു കണ്ടോ. കാപ്പി എങ്ങനെ വന്നു നോക്കി, നല്ല മഞ്ഞത്തൊരു കാപ്പിയൊക്കെ അടിച്ചിരിക്കാം, നല്ല സുഖമാട്ടോ. നമ്മള് കാൽവരി കൊണ്ട് ഇറങ്ങി മഴയും തുടങ്ങി. അതെ, കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അല്ലേ? ടൈമിംഗ് ആയിരുന്നല്ലേ. പക്ഷെ മഴ പെയ്യുമ്പോഴും അവിടെ ഇരിക്കാൻ നല്ല രസം കേട്ടോ. സ്ഥലമല്ലേ, നല്ല തണുപ്പും കാറ്റും മഴയൊക്കെ കണ്ട് അവിടെ ഇരിക്കാം. അതെ, നല്ല മഴയാ. അപ്പം നമ്മള് ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടേ രാത്രിയായി. തിരിച്ചു വന്നപ്പം നമ്മള് വന്നിട്ട് കുക്കറിനകത്ത് പെട്ടെന്ന് കഞ്ഞി വെച്ചു, ഓംപ്ലേറ്റും മാങ്ങാ ചമ്മന്തി അരച്ചു, ഓംപ്ലേറ്റ്. ഇത് ആദ്യമായിട്ടാ കാണുന്നത് ഈ കളർ മാങ്ങാ ചമ്മന്തി. വെള്ള ചമ്മന്തി അല്ലേ മാങ്ങ? പച്ചമുളകും കാന്താരിയൊക്കെ വെച്ചിരിക്കുമ്പോ ഇത് വത്തലമുളക് അരച്ചത്, അതുകൊണ്ടാണ് ഈ കളർ. ഇപ്പൊ കഴിച്ചിട്ട് കിടന്നേക്കാല്ലേ? ചൂട് കഞ്ഞിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടന്നേക്കാം. നാളെ ക്ലാസ്സില്ലേ, സ്കൂളിൽ പോകണം, വെളുപ്പിനെ എണീക്കണം. അപ്പൊ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.